പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ കൂടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് 10 വർഷം തികയാൻ പോവുകയാണ്. ഇനി മൂന്നാമത്തെ ഒരു ചാൻസും കൂടിയാണ് വരാൻ പോകുന്നത്. മൂന്നാമത്തെ ചാൻസ് എന്നല്ല, നമ്മൾക്ക് ആഗ്രഹം, എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യത്തോടു കൂടിയിട്ട് ഒരുപാട് കാലം കേരളം ഭരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ്. അത് എത്രത്തോണ്ട് നടക്കുന്ന അത്ര കാലത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്കും നടക്കണം. കാരണം നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒരു വർഗീയത, ഒരു ലഹള, അതേപോലെ തന്നെ ഒരു പട്ടിണി മരണം, അതേപോലെ തന്നെ എൻ്റെ ഒരുപാട് ആൾക്കാർ അറിയുന്ന ആൾക്കാർ ഒരു വീടില്ലാതെ ഇന്ന് അവരെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കയറിക്കിടക്കാൻ ഒരിടം, അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാനൊരു പരിധി ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടുകാർക്കായാലും വീട്ടുകാർക്കാണെങ്കിലും. ഇത് അവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന പെൻഷൻ അത് കിട്ടുമ്പോൾ എത്രമാത്രം സന്തോഷം അവരുടെ കണ്ണിലുണ്ടെന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ എത്ര വർഷമായി ഇപ്പോൾ പവർ കട്ടില്ലാതായിട്ട്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കേരളം എത്രത്തോണ്ട് മുന്നിലെത്തി എന്നുള്ളത്. അത് അറിയണമെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് പോയിട്ട് നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോഴാണ് ആ മാറ്റം നമുക്ക് അനുഭവം അറിയുന്നത്. നമ്മൾ കേരളത്തിൽ തന്നെ ആകുമ്പോൾ പല രാഷ്ട്രീയക്കാരായിരിക്കും, എന്ത് ചെയ്താലും കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അത് നമ്മൾ കാണുന്നതാണ്. ഈ പിണറായി വിജയനെ കുറിച്ചിട്ട് എന്താണ് ആൾക്കാർ പറയുന്നത്? അയാൾക്ക് അഹങ്കാരമാണ്, കടക്ക് പുറത്തെന്ന് പറയുന്നതാണ്. ഇങ്ങനെ രണ്ട് പേര് മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ. ഒന്ന് മുഖ്യമന്ത്രിനെ കുറിച്ചിട്ടും നമ്മുടെ മമ്മൂട്ടിനെ കുറിച്ചിട്ടും. ഇവർ രണ്ട് പേരും അഹങ്കാരികളാണ്, കടക്ക് പുറത്തെന്ന് പറയുന്ന ആൾക്കാരാണെന്ന് പറയും. പക്ഷേ ആ പറച്ചിലാണ് ഏറ്റവും കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നത്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അവർ തീരുമാനം എടുത്ത ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ മറ്റുള്ള രാഷ്ട്രീയക്കാർ ഒരുപാട് കാലം ഭരിച്ചതാണ്. പക്ഷേ ഇതേപോലെ ഒരു ചങ്കൂറ്റമുള്ള ഒരു മുഖ്യമന്ത്രിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ സഖാവ് പിണറായി വിജയൻ. ഒരു സംശയവുമില്ല, അദ്ദേഹം ഒരുപാട് കാലം നമ്മുടെ കേരളം ഭരിക്കും. അടുത്ത ഇലക്ഷൻ അടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമുക്ക് തിരിച്ചു വരണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് നമ്മളെ പിണറായി വിജയൻ നമ്മുടെ കേരളം ഇനിയും ഭരിക്കണമെന്നും ഒരുപാട് ഉന്നതിയിലേക്ക് പോകണമെന്നും ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെപ്പോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരും കേരളത്തിൻ്റെ പുറത്തുള്ള ആൾക്കാരും കേരളത്തിനെ അറിയുന്ന ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പിണറായി വിജയൻ സഖാവ് വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരണം. നമുക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ നമുക്ക് അണിനിരക്കാൻ കഴിയണം. ലാൽ സലാം സഖാക്കളെ.